ഹായ് ഓൾ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ ദിവസമായല്ലേ ലോങ് വീഡിയോസെല്ലാം അപ്ലോഡ് ചെയ്തിട്ട്. എൻ്റെ ഇന്നത്തെ വീഡിയോ ഒരു 2 ആഴ്ച മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ്. ബറാത്തിൻ്റെ അന്നെടുത്ത ഒരു വീഡിയോ ആണ്. ബറാത്തിൻ്റെ രാത്രി നമ്മൾ ഫുഡെല്ലാം കഴിക്കലെല്ലാം കഴിഞ്ഞേരം ബ്രദർ വിളിച്ചിട്ട് ബ്രദറിൻ്റെ വൈഫിന് ഇങ്ങനെ പെയിൻ വന്നിട്ടുണ്ട്, ഹോസ്പിറ്റലാന്ന് ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ രാത്രി തന്നെ ഫുഡും കഴിച്ചിട്ട് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മണിക്കൂറിൻ്റെ ട്രാവലുണ്ട് നമുക്ക്. രാത്രി പുറപ്പെട്ടാൽ പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് അവിടെ എത്തും. അങ്ങനെ നമ്മൾ രാവിലെ ആയി അവിടെ ഹോസ്പിറ്റലിലെത്തി. അവിടെ ആലപ്പുഴ കിൻഡർ ഹോസ്പിറ്റലിലാണ് അവളെ കാണിക്കുന്നത്. അതിൻ്റെ അവിടെ അവളെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്, ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറോ അവളെ ദൂരമുണ്ട്. അങ്ങനെ നമ്മളിതാ നേരെ പോകുന്ന വഴിക്ക് തന്നെ സുബൈക്ക് ഒരു പള്ളിയിൽ കയറി നിസ്കരിച്ചിട്ട് അങ്ങനെ നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് തന്നെ പോയിട്ടുണ്ട്. നല്ല അടിപൊളി ഹോസ്പിറ്റലാണ്. ശരിക്കും നമുക്ക് അവിടെ ഹോസ്പിറ്റലിൽ പോയൊരു ഫീൽ ഉണ്ടായിട്ടില്ല. ഏതോ ഒരു റിസോർട്ടിലേക്ക് അച്ഛൻ പോകുന്ന പോലെ തോന്നിയ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഹോസ്പിറ്റലായിരുന്നു. നല്ല ഗാർഡനിങ്ങും നല്ല പാർക്കിങ്ങും കുട്ടികൾക്കുള്ള കിഡ്സ് ഏരിയ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഹോസ്പിറ്റലിൽ തന്നെ. അപ്പോൾ നമ്മളിതാ രാവിലെ ഒരു 7-7:30 ആകുമ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ട്. ഓള ലേബർ റൂമിലേക്ക് കൊണ്ടുപോയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളങ്ങനെ വേഗം ഹോസ്പിറ്റലിലേക്ക് തന്നെ ഡയറക്റ്റ് പോയത്. ഫ്രഷപ്പ് ഒന്നും ആയിട്ടില്ല. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലിൽ റൂം എടുത്തിട്ട് നമ്മളവിടെ ഫ്രഷ് എല്ലാം ആവാമെന്ന് വിചാരിക്കുന്ന ഓളെ വീട്ടിലേക്ക് കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും റൂം എടുത്തിട്ട് അങ്ങനെ ഫ്രഷ് ആവാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ അത്തിപ്പഴം എല്ലാ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സും എല്ലാം ഉണ്ട് അവിടെ. അങ്ങനെ നമ്മളവിടെ എത്തി. അപ്പോഴത്തേക്കും അവിടെ എത്തി നോക്കുമ്പോഴത്തേക്കും ഓള് റൂമിൽ തന്നെ ഉണ്ട്. അങ്ങനെ ഓളെ കണ്ട് പിന്നെ ലേബർ റൂമിലേക്ക് മാറ്റാം, ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് മരുന്നെല്ലാം കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പിന്നെ നമ്മളവിടെ നിന്ന് നേരെ റൂമിലേക്ക് റൂം എടുക്കാൻ വേണ്ടിയിട്ട് പോക്കാന്ന്. പോകുന്ന വഴിക്ക് തന്നെ ഒരു ചെറിയൊരു ഹോട്ടലിൽ കയറിയിട്ട് അവിടുന്ന് ചായയും സ്നാക്സും എല്ലാം കഴിച്ച് അങ്ങനെ നമ്മൾ കഴിച്ചിട്ട് പിന്നെ റൂമിലേക്ക് പോയി അവിടുന്ന് ഫ്രഷപ്പ് എല്ലാം ആയതിനു ശേഷം തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വരാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ റൂമിൽ പോയി എല്ലാവരും കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ താഴെ ഒരു കഫേ ഉണ്ട്. കഫേൻ്റെ മുമ്പിൽ തന്നെ ഇങ്ങനെ കുട്ടികൾക്കുള്ളൊരു പ്ലേ ഏരിയ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ അവിടെ പോയിട്ട് കളിക്കുകയാണ്. നമ്മളിതാ ലേബർ റൂമിൻ്റെ മുന്നിൽ തന്നെ എല്ലാവരും ഉള്ളത്. ഓളെ ലേബർ റൂമിലാക്കിയോണ്ട് ബ്രദർ നല്ല ടെൻഷനിലാണ്. അപ്പോൾ ഞാൻ ഏത് ബേബിയാണെന്ന് ഗസ് ചെയ്യാമെന്ന് ചോദിച്ചു തരാം. ഓൻ ഏത് ബേബി ആയാലും കുഴപ്പമില്ല എന്നറിയുന്നു. അങ്ങനെ നമ്മളിതാ ലേബർ റൂമിൻ്റെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഡോക്ടർ വരാൻ വേണ്ടിയിട്ട്. ഡോക്ടർ വന്നിട്ട് പിന്നെ അവളെ പെയിന് വേണ്ടിയിട്ടുള്ള മരുന്നെല്ലാം വെച്ചിട്ടുണ്ട്, പെയിൻ വരാനുള്ള. അപ്പോൾ കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാവരും അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കലാന്ന്. അപ്പം ഡോക്ടർ വന്നിട്ട് ചെക്ക് ചെയ്യുകയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അവനെ അകത്തേക്ക് വിളിപ്പിച്ചിട്ട് അങ്ങനെ ഓന് ലേബർ റൂമിലേക്ക് കയറിയിട്ടുണ്ട് ബ്രദർ. കുറച്ച് ടൈം അങ്ങനെ അവിടെ ഇരുന്ന് പിന്നെ വന്നിട്ടുണ്ട് ഓന് പുറത്തേക്ക്. അപ്പോൾ ടൈം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. പെയിൻ ഇങ്ങനെ പോകുന്നതെന്നല്ലാണ്ട് കാര്യമായിട്ടുള്ള പെയിൻ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഫുഡെല്ലാം താഴെ അവിടുത്തെ കഫേയിൽ നിന്ന് തന്നെ അങ്ങനെ ചോറും കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് കഴിച്ച് ഏകദേശം ഒരു ഈവനിങ് ആവാനായരാന്ന് ഡോക്ടർ വന്നിട്ട് പറഞ്ഞത്. ഇനിയിപ്പോൾ കുറേ സമയം വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട, നമുക്ക് C-സെക്ഷൻ ചെയ്യാന്നുള്ളത്. കുറേ സമയം ഇതായാൽ പിന്നെ ഇതാവില്ലാന്ന്. അങ്ങനെ അതാ അൽഹംദുലില്ലാ മാഷാ അല്ലാ അവളെ C-സെക്ഷൻ കഴിഞ്ഞ് ബേബിനെ കൊണ്ടുവന്ന് നമുക്ക് കാണിച്ചു തന്ന്. ഓളെ കുറച്ച് കഴിഞ്ഞിട്ട് ഇറക്കും. അപ്പോൾ നമ്മൾ ബേബിക്ക് ഉള്ള കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളെല്ലാം വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മളിതാ അവിടുത്തെ ആ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ ബേബി ഷോപ്പുണ്ട്, അവിടെ പോകലാന്ന്. അപ്പോൾ അവിടെ പോയി നോക്കുമ്പോഴത്തേക്ക് ജസ്റ്റ് ടർക്കി കാര്യങ്ങൾ അങ്ങനത്തെ ബെഡ് കാര്യങ്ങളല്ലേ ഉള്ളൂ. പക്ഷെ അതെല്ലാം അവർ 7 മന്തിൽ തന്നെ വാങ്ങിച്ചെല്ലാം വാഷ് ചെയ്തെല്ലാം വെച്ചിന്. അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതാ കുറച്ച് ലഡുവും
ചോക്ലേറ്റ്സ് എല്ലാം വാങ്ങിക്കൊണ്ട് വന്നിട്ട് എല്ലാവിടുത്തെ സ്റ്റാഫിനും എല്ലാവർക്കും അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ എല്ലാവർക്കും അങ്ങനെ സ്വീറ്റ്സ് എല്ലാം കൊടുത്ത് പിന്നെ അതിന് ശേഷം നമ്മൾ പുറത്ത് എവിടെയെങ്കിലും ബേബി ഷോപ്പ് ഉണ്ടെങ്കിൽ അവിടുന്ന് ബേബിക്കുള്ള ഡ്രസ്സും കാര്യങ്ങളും എല്ലാം വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോക്കാന്ന്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഫസ്റ്റ് ക്രൈൻ്റെ ഒരു ഷോപ്പ് കിട്ടി. അപ്പോൾ അവിടെ കയറി നമ്മൾ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളെല്ലാം വാങ്ങിയിട്ട് അങ്ങനെ നേരെ റൂമിലേക്ക് അവിടെ ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോൾ നമ്മൾ പോയ ആ ടൈമിൽ ഓളെ പുറത്തിറക്കിയിട്ടുണ്ടായിന്. അങ്ങനെ ഓളയെല്ലാം കണ്ടിട്ട് പിന്നെ നമ്മൾ ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് തന്നെ നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ടായിന്. കാരണം പിറ്റേന്ന് തിങ്കളാഴ്ച ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച കുട്ടിക്ക് എക്സാം ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ വരാമെന്നുള്ളതിൽ അങ്ങനെ നാട്ടിലേക്ക് തിരിച്ച് അങ്ങനെ നമ്മൾ റൂമിൽ പോയി അവിടുന്ന് ഡ്രസ്സും കാര്യങ്ങളെല്ലാം എടുത്ത് എല്ലാം ചേഞ്ച് ചെയ്തിട്ട് രാത്രി ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് നാട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. പോകുന്ന വഴിക്ക് നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ട്. എൻ്റെ ഫോണിൻ്റെ ചാർജ് കയറുന്നതുകൊണ്ട് ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ ബേബിൻ്റെ മുടികളയിലും പേരുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ബേബിൻ്റെ പേര് ML എംറി എന്നാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് അസ്സലാമു അലൈക്കും.